ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ ചാറ്റോ ചാറ്റ്. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ആസാമീസ് സ്റ്റൈൽ ഒരു സ്പെഷ്യൽ ഫിഷ് ഫ്രൈ ആണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഫിഷ് ഫ്രൈ ഉണ്ടാക്കാനായിട്ട് ഫിഷ് മാരിനേറ്റ് ചെയ്യണം. ഞാനിവിടെ ബാസ ഫിഷാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് എരിവുള്ള മുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് കുറച്ച് ചൂടായ എണ്ണയിൽ നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം. ഫ്രൈ ചെയ്ത ഫിഷ് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഒരു പാത്രം ചൂടാക്കി അതിൽ എണ്ണ ഒഴിച്ച് അത് ചൂടാകുമ്പോഴത്തേക്കും ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗാർലിക്കും ഗ്രീൻ ചില്ലിയും കൂടെ ഇട്ട് കൊടുക്കാം. അതൊന്ന് സോട്ടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച മീൻ ഇതുപോലെ ഒന്ന് ഉടച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് സോട്ട് ചെയ്യുക. ഇതിലേക്ക് കുറച്ച് ചോപ്പ് ചെയ്ത സവാളയും ചോപ്പ് ചെയ്ത ടൊമാറ്റോയും കൂടെ ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കുക. ഈ ഉള്ളി നന്നായിട്ട് ഇളക്കി അതൊന്ന് വാടി വരുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് ചോപ്പ് ചെയ്ത കൊറിയാൻഡർ ലീവ്സും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു അടിപൊളി ടേസ്റ്റാണ് ഈ ഫിഷ് ഫ്രൈക്ക്. നമ്മളെ ഫിഷ് ഫ്രൈ ഇവിടെ റെഡിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്കിത് ഏത് ഫിഷ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഏറ്റവും ബെസ്റ്റ് മുള്ളു കുറഞ്ഞ ഫിഷ് എടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഇവിടെ ബാസ ആസാമീസ് യൂസ് ചെയ്യുന്നത് റോഹു ഫിഷാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടൂണ യൂസ് ചെയ്യാം. ഏത് ഫിഷായാലും മുള്ളു കുറഞ്ഞ ഫിഷ് യൂസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. സോ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.